ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെഡ്മി ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള റെഡ്മി 10 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് വരുന്നത് ഏകദേശം ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും പർച്ചേസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 3 കളർ വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പെബിൾ വൈറ്റ്, കാർബൺ ഗ്രേ, സീ ബ്ലൂ എന്നീ 3 കളർ വേരിയൻസ് ആണ്. സോ ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 6.5 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 90 ഹെർട്സ് റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഇതിൽ നമുക്ക് 45, 60, 90 അങ്ങനെ സ്വിച്ച് ചെയ്ത് നമുക്ക് റിഫ്രഷ് റേറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് സൺലൈറ്റ് ഡിസ്പ്ലേ ആണ്. സൺലൈറ്റ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഔട്ട്ഡോറിലൊക്കെ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രീം ലൈറ്റ് വന്നാൽ പോലും നമുക്ക് ക്ലിയർ ആയിട്ട് ഡിസ്പ്ലേ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസ്പ്ലേ ആണ് സൺലൈറ്റ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അതേപോലെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 ആണ്. ഇനി നമുക്കിതിൻ്റെ പ്രൊസസ്സറിലേക്ക് വരാം. പ്രൊസസ്സറിലേക്ക് വരുന്ന സമയത്ത് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G88 എന്ന് പറയുന്ന പ്രൊസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പ്രൊസസ്സറാണ്. നമുക്കിതിൻ്റെ പ്രൈസ് റേഞ്ച് കൃത്യമായിട്ട് അറിയത്തില്ല. ഏകദേശം ഒരു 10,000 to 15,000 ഉള്ളിലാണ് ഇതിൻ്റെ പ്രൈസ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ പ്രൈസ് കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രൊസസ്സറിൻ്റെ കാര്യം നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇനി ഇതിൻ്റെ സ്റ്റോറേജ് വേരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4GB 64GB വരുന്നുണ്ട്, 4GB 128 വരുന്നുണ്ട്, 6GB 128 വരുന്നുണ്ട്. LPDDR4X RAM ടൈപ്പാണ് വരുന്നത്. ഇനി ബാറ്ററിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 5000 mAh ബാറ്ററി വരുന്നുണ്ട്. അതേപോലെ തന്നെ 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഇതിൽ സപ്പോർട്ടഡ് ആണ്. ഇൻ ദ ബോക്സ് നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജറും കിട്ടുന്നുണ്ട്. 9 വാട്ട് റിവേഴ്സ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ടഡ് ആണ്. ഇനി ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് 50 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പർച്ചർ വരുന്നത് f1.8 ആണ്. സെക്കൻഡ് ക്യാമറ എന്ന് പറയുന്നത് 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. ഇതൊരു അൾട്രാവൈഡ് ക്യാമറയാണ്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ് വരുന്നത്. പിന്നെ നമുക്ക് 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോയും 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. രണ്ടിൻ്റെ അപ്പർച്ചർ വരുന്നത് f2.4 ആണ്. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ വീഡിയോ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം വീഡിയോ റെക്കോർഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1080p 30 FPS ആണ്. ഇത് നമ്മൾക്ക് ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും ഈ ഒരു റെസൊല്യൂഷനിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ നമുക്ക് ഈ ഒരു ഡിവൈസ് MIUI 12.5 ആൻഡ്രോയിഡ് 11 ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 10,000 അല്ലെങ്കിൽ ഒരു 11,000 റുപ്പീസിനൊക്കെ നമ്മൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് തന്നെയാണ്. അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഇത് മെയിനായിട്ടും കോമ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് പോക്കോ M3 ബാക്കി നമുക്ക് എന്തായാലും പ്രൈസ് ഞാൻ അറിയുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.